സംസ്ഥാന സ്കൂൾ കലോത്സവ ഗാനവുമായി ബന്ധപ്പെട്ട പരാമർശം പിൻവലിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ കലോത്സവത്തിന് മുൻപ് അനാവശ്യ ചർച്ചകളും വിവാദങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ വെഞ്ഞാറമൂട് നടത്തിയ പരാമർശം പിൻവലിക്കുന്നതായി മന്ത്രി പറഞ്ഞു. സ്വാഗതഗാനം ചിട്ടപ്പെടുത്താൻ പ്രശസ്ത നടി 5 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചുവെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട, അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ്. അതോടുകൂടി എല്ലാ ചർച്ചയും അവസാനിച്ചോട്ടെ. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവാദം ആദ്യം തന്നെ മന്ത്രി തന്നെയാണ് പറഞ്ഞത്, അതും വിദ്യാഭ്യാസ മന്ത്രി. എന്നിട്ടിപ്പോൾ അതങ്ങ് വിട്ടേക്ക് താൻ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് പറയുന്നത് തിരിച്ചടികളൊക്കെ ഭയന്നാണോ ഇങ്ങനെ ഒരു പിൻവലിക്കൽ? രജനി, അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിനാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചില്ലായിരുന്നു. ഒരു പ്രസംഗത്തിന്റെ ഓഡിയോ സന്ദേശം മാത്രമാണ്, ആ പ്രസംഗം നടന്ന സ്ഥലത്തുള്ള ഓഡിയോ സന്ദേശം മാത്രമാണ് നമുക്ക് വാർത്തകൾക്ക് ലഭിച്ചത്. അതാണ് വാർത്തയായത്. പിന്നീട് ഇത് വലിയ വാർത്തയാകുകയും ചെയ്തു. അതോടൊപ്പം ചർച്ച ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഈ ആ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം അതിൽ കൂടുതൽ പ്രതികരണമില്ല, താൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം സ്കൂൾ കലോത്സവം അടുത്ത് വരികയാണ്. അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഇനി ഒരു തുടർ ചർച്ചകളും അതിന്റെ വിവാദങ്ങളും ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വിട്ടുകളഞ്ഞേര് എന്ന നിലപാടാണ് ഇപ്പോൾ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഈ നൃത്തം ചിട്ടപ്പെടുത്താൻ മറ്റൊരാളെ ഏൽപ്പിക്കും, അത് ഉടനെ തന്നെ ഏൽപ്പിക്കുമെന്നും അറിയുന്നു. പക്ഷേ ഇപ്പോൾ ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിൽ 5 ലക്ഷം രൂപ ഇല്ല എന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ഈ പരാമർശത്തിൽ നിന്ന് ഇന്നലെ നടത്തിയ വെഞ്ഞാറമൂടിൽ നടത്തിയ പരാമർശം താൻ പിൻവലിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞത്. എന്നാൽ ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ഇത്തരത്തിലൊരു ഒരു മനംമാറ്റം ഉണ്ടായിരിക്കുന്നതിന്റെ സാഹചര്യം എന്താണെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി അതിനൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ പ്രഥമ ദൃഷ്ട്യാ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി താൻ ഇത് ഉപേക്ഷിക്കുന്നു എന്നാണ്. നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു രീതി എല്ലാം നമുക്കറിയാം. ആ സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇത് ഇത്തരത്തിൽ പരാമർശത്തിന് പിൻവലിക്കാനുള്ള സാഹചര്യം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി ഇപ്പോൾ പിന്നീട് അതിൽ എന്തെങ്കിലും തുടർ വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണ്ട എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെയും തീരുമാനം. കാരണം അത്തരത്തിൽ വലിയ ചർച്ചയായി വിഷയങ്ങൾ മാധ്യമത്തിലടക്കം ചർച്ചയായി. മാത്രമല്ല സിനിമാ മേഖലകളിൽ നിന്നുള്ള പലരും ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ഈ ചലച്ചിത്ര മേഖലയിലുള്ളവർ ഈ മന്ത്രിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം രണ്ട് രീതിയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഒന്ന്, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര നടി അവർക്ക് ചെയ്യുന്ന ജോലിയുടെ കൂലി ചോദിക്കുവാൻ അവർക്ക് അർഹതയുണ്ട് എന്ന രീതിയിൽ ഒരു അനുകൂലിച്ചും വന്നിരുന്നു. മറ്റൊന്ന് പ്രതികൂലിച്ചും എന്തായാലും വന്നിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇതാണ്. കാരണം കഴിഞ്ഞ മുൻവർഷങ്ങളിലെല്ലാം സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം മമ്മൂട്ടിയാണ് പങ്കെടുത്തത്. അതുപോലെ തന്നെ ആശാ ശരത്താണ് അതിന്റെ സ്വാഗതഗാനം അടക്കം ചിട്ടപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഇവരാരും പൈസ വാങ്ങിയല്ല ഈ ചടങ്ങിൽ പങ്കെടുത്തതെന്നും മന്ത്രി പറയുകയും ചെയ്തുകൊണ്ട് എന്തായാലും തുടർന്നൊരു വിവാദങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ വിവാദങ്ങളിലേക്ക് താൻ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിൽ നിലവിൽ ഈ വിവാദങ്ങളിൽ നിന്നെല്ലാം വിവാദങ്ങൾ മാറ്റി നിർത്തണമെന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരാളെ നിലവിൽ ഇതുവരെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, മറ്റൊരാളെ ഏൽപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിൽ ഈ 5 ലക്ഷം രൂപയൊക്കെ കൊടുത്തുകൊണ്ട് പരിപാടി നടത്താൻ ഇല്ല എന്ന് മന്ത്രി പറയുകയും ചെയ്തു. ഇനി അത് വിട്ടേക്കെന്ന് പറഞ്ഞ് സംസ്ഥാന സ്കൂൾ കലോത്സവ ഗാനവുമായി ബന്ധപ്പെട്ട പരാമർശം പിൻവലിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.